രാജ്യസഭയിൽ ഇന്നും പ്രതിപക്ഷത്തെ സംസാരിക്കാൻ അനുവദിക്കാതെ അധ്യക്ഷൻ ജഗ്ദീപ് ധൻകർ അലഹാബാദ് ഹൈക്കോടതിയുടെ ജഡ്ജിയുടെ വിദ്വേഷ പ്രസംഗം രാജ്യസഭയിൽ ചർച്ച ചെയ്യാൻ കഴിയില്ലെന്ന് ധൻകർ പറഞ്ഞു. അധ്യക്ഷന്റെ നിലപാടിനെതിരായ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സഭ 2 മണി വരെ നിർത്തിവെച്ചു. സിബി ജോസഫ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സിബി, പാർലമെന്റിലെ ശീതകാല സമ്മേളനത്തിന്റെ ഇന്നത്തെ ദിവസവും കലുഷിതമാണ് പ്രതിപക്ഷ പ്രതിഷേധം. പ്രതിപക്ഷത്തിന്റെ വായ മൂടിക്കെട്ടാൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ തന്നെ ശ്രമിക്കുന്നു. ജഗ്ദീപ് ധൻകർ ഒരു തരത്തിലും പ്രതിപക്ഷത്തെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ എംപിമാർ നേരിട്ട് പറഞ്ഞതാണ്. കോടതി അലക്ഷ്യ നടപടികളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയായിരുന്നു. ജഗ്ദീപ് ധൻകറിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള നീക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന്. ഇന്നും ജഗ്ദീപ് ധൻകർ പ്രതിപക്ഷത്തെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. പാർലമെന്റ് ഇന്നും പുരുഷോത്തമാണ്. ഇന്നിപ്പോൾ രാജ്യസഭ 2 മണി വരെ നിർത്തിവെച്ചു, ലോക്സഭ 1 മണി വരെ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായും ഈ രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻഖറിനെതിരായ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയവും ഇന്നലെ വൈകിട്ട് നടത്തിയ വാർത്താ സമ്മേളനവും അതുകൂടാതെ സോറോസ് വിഷയത്തിൽ അതിനെ ഉയർത്തിക്കൊണ്ടായിരുന്നു രാജ്യസഭയിൽ JP നദ്ദ അടക്കമുള്ള കേന്ദ്രമന്ത്രി സംസാരിച്ചത്. ഇതിൽ JP നദ്ദയ്ക്ക് സമയം നൽകുകയും എന്നാൽ പ്രതിപക്ഷത്തിന് സമയം നൽകാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഇതോടെ പതിവ് പോലെ ഇന്നും വലിയ രീതിയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമുണ്ടായി. മാത്രമല്ല സഭാ അധ്യക്ഷൻ പക്ഷപാതപരമായി പെരുമാറുന്നുവെന്ന് പ്രതിപക്ഷം ഇന്നും ചൂണ്ടിക്കാട്ടിയെങ്കിലും പ്രതിപക്ഷ എംപിമാരെ മല്ലികാർജ്ജുൻ ഖാർഗെ സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ ഭരണപക്ഷത്തെ എംപിമാർ എല്ലാ നിലയും വലിയ രീതിയിൽ ബഹളം വെക്കുകയും പിന്നീട് സഭ 2 മണി വരെ പിരിയുകയായിരുന്നു. ഇതിൽ പ്രധാനമായും സോണിയാഗാന്ധിയും ജോർജ് സോറോസും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കണമെന്നും ഇത്തരത്തിൽ JP നദ്ദ ആവശ്യപ്പെട്ടു. അത് മാത്രമല്ല രാജ്യസഭാ അധ്യക്ഷനെതിരെ ഇത്തരത്തിലൊരു അടിയന്തര പ്രമേയ അവിശ്വാസ പ്രമേയ നോട്ടീസോ വാർത്താ സമ്മേളനമോ നടത്താൻ ഇത്തരത്തിൽ നിയമവിരുദ്ധമാണ്. അത് രാജ്യസഭാ ചെയർമാന്റെ പദവിയെ അനുസരിച്ച് അതിനെ ചോദ്യം ചെയ്യാൻ പ്രതിപക്ഷത്തിനാവില്ല എന്നും JP നദ്ദ ഇത്തരത്തിൽ ധൻഖറിന് പൂർണ്ണമായി പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇനി ലോക്സഭയിലേക്ക് വന്നാൽ ലോക്സഭയിൽ ചോദ്യോത്തര വേളയ്ക്ക് ശേഷം ഒരു 12 മണിക്ക് ശേഷമാണ് അവിടെയും പ്രതിഷേധം ഉയർന്നത്. അവിടെയും വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയും അനുവദിച്ചില്ല. മാത്രമല്ല നിഷികാന്ത് ദുബെ എംപിയാണ്, ഇന്നിപ്പോൾ BJPയുടെ എംപിയാണ്, സോറോസ് വിഷയം ഉയർത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഒരു തുടക്കം കുറിച്ചത്. രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയ്ക്ക് ജോർജ് സോറോസിൽ നിന്നും പണം ലഭിച്ചു എന്നും എല്ലാ നിലയും ഗുരുതരമായ ആരോപണം നിഷികാന്ത് ദുബെ ഉന്നയിച്ചു. പിന്നീട് അവിടെ പ്രതിപക്ഷ പ്രതിഷേധ ശക്തമാവുകയും ലോക്സഭയും 1 മണി വരെ നിർത്തിവെച്ചിരിക്കുകയാണ്. വിനിഷ. ശരി, പാർലമെന്റിന്റെ ഇരുസഭകളിൽ നിന്നുള്ള വിശദാംശങ്ങളാണ് സിബി ജോസഫ് ദില്ലിയിൽ നിന്നും പങ്കുവച്ചത്.